ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. 70 ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണിത്, നീ എന്താണ് ചെയ്യുന്നത്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും അതുപോലെ എങ്ങനെയാണ് ഒരു ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യുക, നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് ഒരു വിഷയം കൊണ്ടുവരിക എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് ഞാൻ അതിനകത്ത് പറയാൻ പോകുന്നത്. ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലൈഫിൽ അങ്ങനെ ഒരു ലോങ് ടേം വിഷൻ ഉള്ള ഒരാളല്ലായിരുന്നു ഞാൻ. ഐ ഹാവ് സോ മെനി ഫ്ലോസ്, ഒരുപാട് ബാഡ് ഹാബിറ്റ്സ്, അതുപോലെ ഒരുപാട് ഡ്രോബാക്സ്. അങ്ങനെ ഒരു വിഷൻ അല്ലെങ്കിൽ എന്താവണം അങ്ങനെയുള്ള ഗോളൊന്നുമില്ലായിരുന്നു. പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആവണം, ഐ നീഡ് ടു ബി എ ഡോക്ടർ എന്നൊക്കെ ആയിരുന്നു. സോ അതിനുശേഷം പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഒരു ക്ലാരിറ്റി ഇല്ല. ഐ വാസ് ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ എൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് ഫോൺ അഡിക്ഷൻ ആണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ. സോ ബട്ട് ഐ വാസ് നെവർ ഹാപ്പി. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ആൻഡ് ദാറ്റ് ഹിറ്റ് മീ സോ ഹാർഡ്. എനിക്ക് എപ്പോഴും ഒരു ചിന്ത ഉണ്ടായിരുന്നു, എനിക്കൊരു ചേഞ്ച് കൊണ്ടുവരണം, ഒരു പൊട്ടൻഷ്യൽ കൊണ്ടുവരണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ 70 ഡേയ്സ് ചലഞ്ചിനെ കുറിച്ച് കേൾക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നതെന്ന് പറയാം. സോ അത് ഉണ്ടാക്കിയൊരു ചേഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കൊരു 2 ഇയേഴ്സ് ടൈം കിട്ടുമ്പോഴത്തേനും നമുക്കൊരു ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 ഇയേഴ്സിൽ എങ്ങനെ നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്യാം, എങ്ങനെ നമ്മുടെ മൈൻഡ് ട്രാൻസ്ഫോം ചെയ്യാം, എങ്ങനെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മളെപ്പോഴും ഡിസിപ്ലിൻ കൺസിസ്റ്റൻസി എന്നൊക്കെ പറയുമ്പോഴത്തേന് അതൊരു ഡേയ്സിൽ അല്ലെങ്കിൽ മന്ത്സിലൊക്കെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതെങ്ങനെ ലോങ് ടേം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാം. ആൻഡ് അതിനൊക്കെ ഉപരിയായിട്ട് ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഐ എം ഡൂയിങ് ദീസ് തിങ്സ്. 70 ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദർ ആർ സോ മെനി പ്രോബ്ലംസ്. അതൊരു ലോങ് ടേം പ്രോസസ്സാണ്. സോ ദർ വിൽ ബി ഗുഡ് ടൈംസ് ആൻഡ് ഹാർഡ് ടൈംസ് ഉണ്ടാവും. സോ ഗുഡ് ടൈംസ് നമുക്ക് എങ്ങനെ കമ്പോഷറായിട്ടിരിക്കാം, അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അതുപോലെ ഒരു ഹാർഡ് ടൈം വരുമ്പോഴത്തേനും അതിൽ നമുക്ക് എങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്യാം, നമുക്ക് എങ്ങനെ പെട്ടെന്ന് റിക്കവർ ആവാം എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇങ്ങനൊരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യും. ബിഫോർ ഡേ വൺ ഐ വാസ് ഡിഫറെൻറ്റ് പേഴ്സൺ. ലൈക്ക് പ്രത്യേകിച്ച് അങ്ങനെ എയിമില്ല, അല്ലെങ്കിൽ ഒരുപാട് ബാഡ് ഹാബിറ്റ്സ്, പ്രത്യേകിച്ച് അങ്ങനെ ലൈഫിലൊന്നും ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇതാവണം അതാവണം എന്നുള്ള ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ഒരു വിഷനോ ഇല്ലായിരുന്നു. പക്ഷേ ഫ്രം ഡേ വൺ ഐ ചേഞ്ച് എ ലോട്ട്. ഞാൻ എൻ്റെ ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് സ്റ്റോപ്പ് ചെയ്തു, കോൺസെൻട്രേറ്റിംഗ് മൈ ഓൺ തിങ്സ് ലൈക്ക് ജിമ്മ്, അതുപോലെ കുക്കിംഗ്, അതുപോലെ കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒരുപാട് കുറച്ച് നമ്മുടെ ഒരു വിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഫസ്റ്റ് ഈ ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, നീ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ. പക്ഷേ എനിക്കുണ്ടായ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഐ ബിക്കെയിം മോർ ഡിസിപ്ലിൻഡ്, അല്ലെങ്കിൽ എനിക്കൊരു വിഷൻ ഉണ്ടായി. സോ എൻ്റെ എനർജി ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയി. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഫസ്റ്റ് അതിനുശേഷം ജിം സ്റ്റാർട്ട് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് ഇതുപോലെ ഒരു ഫ്രാക്ചറായി ആൻഡ് ഐ വാസ് വെരി ഡൗൺ. ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു, ഡിപ്രസ്ഡ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു വിഷൻ ഉള്ളതുകൊണ്ട്, ഒരു 70 ഡേയ്സ് 2 ഇയേഴ്സ് കൊണ്ട് ഇതൊക്കെയാണ് എനിക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഗോൾ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിന് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ എടുത്താലും വീഡിയോസ് എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത്, അതിന് പല പല ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ എങ്ങനെ ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞാനൊരു റീഡിങ് ഹാബിറ്റ് ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അത് കൂടുതൽ എങ്ങനെ പ്രൊഡക്റ്റീവ്, അതെങ്ങനെ എഫക്റ്റീവായിട്ട് കൂടുതൽ റീഡ് ചെയ്യാം, സെൽഫ് ഡെവലപ്മെൻ്റ് ഉള്ള കണ്ടൻസ് എങ്ങനെ കൺസ്യൂം ചെയ്യാം, അത് നമ്മുടെ ഗ്രോത്തിന് എങ്ങനെ യൂസ് ചെയ്യാം, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ ഒരു 100+ ഡേയ്സ് കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ 730 ഡേയ്സ് കഴിയുമ്പോഴത്തേന് ഡേ ഫസ്റ്റിലുള്ള ഞാനായിരിക്കത്തില്ല 730 ഡേയ്സ് കഴിയും, അല്ലെങ്കിൽ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഞാൻ. ഈ ജേണിയുടെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫെയിലിയേഴ്സ് ഓർ യുവർ ഫ്ലോസ്. നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എവിടെയൊക്കെയാണ് നമുക്ക് കൂടുതൽ കറക്ഷൻസ് വേണ്ടി വരുന്നത്, എവിടെയാണ് നമുക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സെൽഫ് അവെയർ ആവും. ആൻഡ് ആ ജേണിയിൽ ഒരു ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള പാർട്ടാണ് സെറ്റ് ബാക്ക്സ് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമ്മൾ ഓരോ സെറ്റ് ബാക്ക് കഴിഞ്ഞിട്ട് നമ്മളൊരു കംബാക്ക് കൊടുക്കുമ്പോഴും വി നോ ദാറ്റ് ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 70 ഡേയ്സ് ചലഞ്ചിൽ ഫസ്റ്റ് എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ 4 ക്വാഡ്രൻ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ക്വാഡ്രൻറ്റിലും നമുക്ക് എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ഗോൾ വെച്ചിട്ട്
നമ്മൾ അതിനു വേണ്ടിയുള്ള ആക്ഷൻസ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അത് ഒരുപാട് ആക്ഷൻസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ക്രിട്ടിക്കലായിട്ടുള്ള വളരെ കൗണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാം. അപ്പോൾ അതുവഴി നമുക്ക് എങ്ങനെ കൂടുതൽ അതിലേക്ക് എഫക്റ്റീവായിട്ട് എത്താം എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ പോലെ നിങ്ങളൊരു ആവറേജ് ആയിട്ടുള്ള ഒരു വിഷനുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾസ് സെറ്റ് ചെയ്യുക. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റിന് അപ്പുറത്തുള്ള ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എന്തൊക്കെയാണോ അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന ആക്ഷൻസ് മാത്രം ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് പേടിയുണ്ടാവും. ആൾക്കാർ എന്ത് വിചാരിക്കും, അതുപോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് ഡൗട്ട് വരും. പക്ഷേ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, നമ്മൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ ആയിരിക്കും നമ്മൾ ഒരു 2 വർഷം കഴിയുമ്പോൾ. പക്ഷേ നമ്മളിങ്ങനെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 വർഷം കഴിയുമ്പോൾ ഒന്നുമല്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. യു ആർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് see you in next video.